I mean, I am completing my 20 years of HR life this year. 20 വർഷമായിട്ട് എൻ്റെ ഇന്നത്തെ കാലത്ത് പിള്ളേർ 2 വർഷം പോലും ഒരു കമ്പനി നിൽക്കില്ല. അപ്പോൾ ഇൻഫോ പാർക്കിലേക്ക് ദേ ആർ ലുക്കിംഗ് ഫോർ റിക്രൂട്ടേഴ്സ്. നമ്മളിവിടുത്തെ കാക്കനാട് ഇൻഫോ ഇവിടെ അത് എൻ്റെ ഫസ്റ്റ് HR കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അപ്പം നമുക്കിവിടെ വേണ്ട ആൾക്കാർ ഒന്നെങ്കിൽ പൈത്തൺ, അല്ലെങ്കിൽ ബിഗ് ഡാറ്റ, അല്ലെങ്കിൽ AI, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് സ്കിൽസ് ഉള്ളതായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനുള്ള പേരിൽ കുട്ടികൾ ഹയർ ചെയ്യുന്നു, ആൻഡ് വി ആർ ഗിവിംഗ് ട്രെയിനിങ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ തിങ്. Okay, you yourself give a training and you make them like in a standard that is suitable for you. Okay, എക്സാക്ട്ലി. അതിന് 4ാമത്തെ ദിവസം എനിക്ക് കോൾ വന്നു, എനിക്ക് നാളെ ഒരു ടൈം സ്കെഡ്യൂൾ ഉണ്ട്, ക്യാൻ ബി ഹാവ് എ കോൾ വിത്ത് US പേഴ്സൺ എന്ന് ചോദിച്ചു. ഓക്കെ, ഓക്കെ ഇറ്റ്സ് എ റിയൽ കോൾ. ശരി, ഓക്കെ ഫൈൻ ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ എല്ലാം സ്കെഡ്യൂൾ ചെയ്തു, പിറ്റേ ദിവസത്തേക്ക് എല്ലാം മെയിലെല്ലാം കൺഫേം ചെയ്തു. പിറ്റേ ദിവസം ഓൺ ടൈമിൽ കോൾ വന്നു, ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഐ ഹാവ് എവർ ഫേസ്. okay. കാരണം ഒരു ഇൻ്റർവ്യൂ ഇത്രയും പെർഫെക്റ്റ് എടുക്കാമെന്ന് എന്നെ പഠിപ്പിച്ചത് ആ ഇൻ്റർവ്യൂ ആണ്. Hi guys, so today we are joined with a very experienced veteran in the HR world by our very own Shobi, who has taken a time out from his busy schedule to come and talk to us and to understand how the IBM hiring world works, what kind of company IBM is. So a lot of our students, you know, Shobi, who are currently, you know, into coding classes, and a lot of our partners, colleges also, they're always wondering, you know, because IBM is a big brand. It's a very old company, and I think it is one of those companies that revolutionized the computer hardware. Our area revolutionized ചെയ്തുകൊണ്ടുവന്ന IBM ആയിരുന്നു. Exactly, we are the founders of IBM. കമ്പ്യൂട്ടർ അതിന് തുടക്കത്തിൽ തന്നെ IBM അത്ര സ്ട്രോങ് ബ്രാൻഡാണ്. അപ്പം ഈ ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. നമ്മളുടെ സ്റ്റുഡൻസ് ആയാലും നമ്മൾ ദോസ് കോളേജസ് ദറ്റ് വി വർക്ക് വിത്ത് ദെയർ സ്റ്റുഡൻസ്, ലോട്ട് ഓഫ് പീപ്പിൾ റിയലി വാണ്ട് ടു വർക്ക് വിത്ത് IBM. സോ ഈ ജസ്റ്റ് വാണ്ടഡ് ടു നോ, നമുക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് IBMൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ നോക്കാനാണ് നമ്മൾ കൂടുതൽ ഡെൽവ് ചെയ്യണം. ഹയറിങ് എങ്ങനെയാണ്, റിക്രൂട്ടിങ് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു പയ്യനെ IBMൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം. പക്ഷെ അതിനൊക്കെക്കാളും മുമ്പ് നമുക്ക് ശോഭിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, where were you born, where were you raised, which school did you study, how did you end up being in IBM, ആ ഒരു ജേർണിയിലൂടെ നമ്മൾ കൊണ്ടുപോകാം. Definitely, I'll be happy to explain you things, right? So in fact, as you know, I mean, I am completing my 20 years of HR life this year. 20 വർഷമായിട്ട് എൻ്റെ ഇന്നത്തെ കാലത്ത് പിള്ളേർ 2 വർഷം പോലും ഒരു കമ്പനി നിൽക്കില്ല. അല്ല, IBM അല്ല, HR ഫീൽഡ്. 20 years. അതിനകത്ത് ഓൾമോസ്റ്റ് 10+ years purely into IBM. കാരണം once you start working with a company, good company like IBM, you know, you won't be interested to go out of IBM. അതുകൊണ്ടാണ് മെയിൻ തിങ്, I am sticking on with IBM. പിന്നെ if I talk about myself, you know, I born and brought up in ഇടുക്കിക്കാരനാണ്. ഇടുക്കിയിലെവിടെയാ? ഇടുക്കിയിലെ അടിമായി അപ്പുറം പാറത്തൂർ കമ്പിളിയാണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഉയ്യോ, അവിടെ അല്ല, അത് ഇത്ര റൂറൽ ഏരിയ ഒക്കെ തന്നെ, നല്ല റൂറൽ ഏരിയ. അപ്പം എൻ്റെ ഫാദർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പം ആ സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ അവിടെ LP സ്കൂളിൽ ഞാൻ അവിടെ പഠിച്ചു, പാറത്തോട് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് 5th സ്റ്റാൻഡേർഡിൽ there is an exam, നവോദയ എക്സാം ഉണ്ട്. സോ ഇൻഫാക്ട് യു നോ ഐ റോട്ട് ദ എക്സാം, ഐ ഗോട്ട് സെലക്ട്. അപ്പം നവോദയയിൽ ഞാൻ പഠിച്ചു till 12th. ഓക്കെ, അത് കുളമാവ്, ഇടുക്കിയുടെ ഏറ്റവും 3 ഡാമുകൾ കൂടുന്നതാണ് ഇടുക്കി, ചെറുതോണി ആൻഡ് കുളമാവ്. ഈ ഡാം കൂടുന്നതാണ് നമ്മുടെ ഇടുക്കി സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ഈ കുളമാവ് ഡാമിനടുത്താണ് നമ്മുടെ നവോദയ. ഒക്കെ അവിടെയാണ് ഞാൻ പഠിച്ചിട്ട് 12th. നവോദയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൻട്രൽ, കേന്ദ്ര. അവിടെ പഠിച്ചു, 12th വരെ പഠിച്ചു. അതിനുശേഷം ഐ കേം ഔട്ട് ആൻഡ് ഐ വെന്റ് ടു നാഗർകോയിൽ. കാരണം അന്നത്തെ ആ ഒരു ഏരിയയിൽ നമ്മൾ എത്ര ഇവിടെ അത്രയും സ്കൂൾസ് ഒന്നും ഇല്ല, കോളേജ് ഇല്ലാത്തതുകൊണ്ട് 12th കഴിഞ്ഞിട്ട് പോയി, കോളേജിന് വേണ്ടി പോയിട്ട് നാഗർകോയിലാണ് പഠിച്ചത്. I was looking for some opportunities and I went to Bangalore. Bangalore ചെന്നിട്ട് you heard about Wipro e-peripherals. Have you ever heard about? I heard of Wipro. Web. Okay. അവിടെ ഞാൻ ജോലി ചെയ്തു almost 1 year. Okay. That was in contracting. Which year was this now? I think that was 2003 or 4. I'm not sure about that. Okay. അപ്പം അവിടെ കുറച്ച് ഞാൻ ജോലി ചെയ്തു. സോ അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞ് ബിക്കോസ് they were not making me permanent there. Okay. I came back To Kerala. കേരള. Okay. അങ്ങനെ നിന്നപ്പം ആയിക്കോട്ടെ എന്താ പറയുക ഒരു ആഡ് കണ്ടു ഞാൻ. നോട്ട് മീ, മൈ മോം ആക്ച്വലി സോ ദാറ്റ് ആഡ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫോ പാർക്കിലേക്ക് ദേ ആർ ലുക്കിംഗ് ഫോർ റിക്രൂട്ടേഴ്സ്. നമ്മളിവിടുത്തെ കാക്കനാട് ഇൻഫോ കാക്കനാട് ഇവിടെ. അത് എൻ്റെ ഫസ്റ്റ് HR കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അപ്പം ഇത് കണ്ടു ഞാൻ. അപ്പം ഞാൻ ജസ്റ്റ് അപ്ലൈഡ് ആൻഡ് ഐ ഗോട്ട് എ കോൾ ഫ്രം ഹിയർ. Okay. That is US recruitment. Okay. One is Chandra Toli, still I remember the name. He's my എന്താ പറഞ്ഞ ഗൈഡ് ഓർ എവറിത്തിങ്. പുള്ളി എന്നെ വിളിച്ചു. ഐ ഗോട്ട് സെലക്റ്റഡ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല HR-ൽ. ബിക്കോസ് ഐ കുഡ് ടോക്ക് വെൽ. ദാറ്റ് വാസ് ഓൾ തിങ് ഐ ഹാഡ്. ഓക്കെ, അപ്പം എന്നെ വിളിച്ചു. ഐ ഗോട്ട് സെലക്റ്റഡ് ആൻഡ് അവിടെ ഞാൻ ഇവിടെ ഇൻഫോ പാർക്കിൽ 2005 സ്റ്റാർട്ട് ചെയ്യുക. കമ്പനിയുടെ പേര് എന്തായിരുന്നു? ട്രാക്കം. TRATUM. അത് US കോളുന്ന അയോമിക്സ് എന്നാണ് പറയുന്നത്. അയോമിക്സ്. ഇവിടെ ട്രാറ്റം എന്ന പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ELS ഉണ്ട്. ELS നമ്മൾ നേരത്തെ ELS എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഇപ്പോൾ കൊള്ളുന്ന ഗ്രാജുവേറ്റ് ഹയറിംഗ് എന്നാണ് പറയുന്നത്. അത് ഫ്രഷേഴ്സ് ഗ്രാജുവേറ്റ് ആവുന്ന ആ സമയത്ത് ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബലി ഞാൻ പറയുന്നത്, നോട്ട് കൊച്ചിൻ ഓർ സംതിങ്, ഗ്ലോബൽ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ഔട്ട് ആവുന്ന ഒരാൾ അവരുടെ സ്കിൽ ബേസ്ഡ് ഹയറിംഗ് ആണ് ഒരു ഫാക്റ്റ്. അതിനല്ല തന്നെ നമ്മൾ ഒരു കേപ്പബിളായ ഒരാൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വി ആർ ഗിവിങ് ട്രെയിനിങ് ഓൺ ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ നോക്കുന്ന പറഞ്ഞാൽ AI ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് അതുപോലെ എന്താ പറഞ്ഞ DevOps അങ്ങനെയൊക്കെ വരുമ്പം അതിനകത്ത് എക്സ്പീരിയൻസ് ആവണമെന്നില്ല കുട്ടികൾക്ക്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു കുട്ടികളെ. ഫോർ എക്സാമ്പിൾ Java, J2E ആ ഒരു കോഡിങ് സ്കില്ലുള്ള ആൾക്കാർ, ദർ വിൽ ബി കോഡിങ് സ്കിൽ ഇനിഷ്യലി. അപ്പോൾ ആ സ്കില്ലുള്ള ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നാൽ ഡിപ്പെൻഡ്സ് ഓൺ ദർ എന്താ പറയുക അവരുടെ ഒരു ഇൻട്രസ്റ്റ് വെച്ച് നമ്മുടെ ജോബിൻ്റെ റിക്വയർമെൻറ്റ് വെച്ച്. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് IBM ഒരു കോൺട്രാക്ട് ഉണ്ടെന്നൊക്കെ, ഒരു വലിയ കോൺട്രാക്ട് ഉണ്ട്. അപ്പം നമുക്കിവിടെ വേണ്ട ആൾക്കാർ ഒന്നെങ്കിൽ പൈത്തൺ അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അല്ലെങ്കിൽ AI അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് സ്കിൽസ് ഉള്ളതായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉള്ള പേരിൽ കുട്ടികൾ ഹയർ ചെയ്യുന്നു. ആൻഡ് വി ആർ ഗിവിംഗ് ട്രെയിനിങ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ തിങ്. Okay. You yourself give a training. And you make them like in a standard that is suitable for you. Okay. Yeah, exactly. So that's very interesting. So now just to get back to your journey now, and then towards the end of it we'll so in your journey, so now you're in Tractum. Yeah, you're working as a recruiter for the US area, for US recruitment. What happens next? Where do you go from there? അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് മൂവ് ടു few companies, US recruitment. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ നമ്മുടെ വേറെ കമ്പനി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ തന്നെ 2-3 കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ന്യൂ ഏജസ് എന്ന് പറഞ്ഞു. New Age System. Yeah. I worked there for 1 year. That's also like recruitment, same role. Okay. Yes, all my life is recruitment. Okay. അത് കഴിഞ്ഞ് I just moved to Bangalore. Okay. That was in 2012. Okay. 2012 I moved to Bangalore. Okay. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കരിയർ ചേഞ്ചും സാലറി ഗ്രോത്തും ഒക്കെ വേണമല്ലോ നമുക്ക്. എപ്പോഴും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ US റിക്രൂട്ട്മെന്റിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ സാലറി. There is a huge amount of incentives. Already incentives are strong ആയിട്ടുണ്ട്. Okay. കാരണം ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ I don't know whether you know, but no, I'm not at all aware. I can give a brief idea about that. Okay. That means നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് US റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോപ്പ് ടു കോപ്പ് ബേസിലാണ്. കോപ്പ് ടു കോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ US-ലുള്ള കൺട്രി US-ൽ ആക്ച്വലി കോൺട്രാക്ട് ബേസിലായിരിക്കും. അത് അവർലി സാലറി ആയിരിക്കും. നമ്മുടെ സാലറി മന്ത്ലി ആണ്. അല്ലെങ്കിൽ അവിടെ US-ലായി കഴിഞ്ഞാൽ അവർലി അല്ലെങ്കിൽ ബൈ വീക്ക്ലി സാലറി തന്നെ. അപ്പം നമ്മുടെ ഈ ഇതെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഹയറിംഗ് എന്ന് പറഞ്ഞാൽ അവർലി സാലറി. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഒരു അവറിൽ ദ പേഴ്സൺ ഹു ഐ helping them to hire, who I hire, if he is getting $50 per hour. നമ്മൾ ക്ലയന്റിനെ ബില്ല് ചെയ്യുന്നത് മേ ബി 50 നമുക്ക് കാൻഡിഡേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ വിൽ ബി ബില്ലിംഗ് 70 per hour. അത്രയും ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ബോൾ പാർക്ക് ഫിഗർ ഒരു 50 60 ബില്ല് ചെയ്യാം.
So they remain your, so the person is actually your employee or their employee now? Our employee. Oh, the person is your employee. Okay, Person okay. will be our employee, and Okay. he'll be working for the client. Oh, I see. I see. And we'll be billing the client. Okay. അപ്പം നമുക്ക് 60 ബില്ല് ചെയ്യുമ്പോൾ വി ആർ ഗിവിംഗ് ഓൺലി 50 ടു എ കാൻഡിഡേറ്റ്. Okay, okay. അപ്പം നമുക്ക് That's your margin. per hour Yeah. I am getting $10 Yes, yes. Correct. per hour as long how long he is working there. Mm-hmm. അപ്പം അത്രയും കിട്ടുന്നില്ല നമുക്ക്. Yes, yes. അപ്പം ഇപ്പം ഞാനൊരു റിക്രൂട്ടർ അല്ലേ, ഐ ആം ദ പേഴ്സൺ ഹു ഈസ് ഹയറിംഗ് ദറ്റ് പേഴ്സൺ. അപ്പം എനിക്ക് ഒരു അതിൻ്റെ 3% You get as an incentive. ഇൻസെൻറ്റീവ്. Oh, okay. നമുക്ക് നമുക്ക് ഇപ്പം തോന്നും വലിയല്ലോ എന്ന് തോന്നും. ബട്ട് ഇഫ് യു ആർ കൺവേർട്ടിംഗ് ദറ്റ് മണി ഇൻ ടു ഇന്ത്യൻ റുപ്പീസ്, നമുക്ക് $US ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇന്ത്യനിൽ വരുമ്പം ഇറ്റ് വിൽ ബി ഹൈ. Okay. അപ്പം നമ്മളിപ്പോൾ നമുക്ക് ഒരാളിലേക്ക് ഒരു ബില്ല് അവരുടെ ബില്ലിങ്ങിൽ എപ്പോഴും എങ്ങനെ പോയാലും 5-6 ബില്ലുകൾ ഇവിടെ ഉണ്ടാവും. Okay. So as long as they are running, you're getting the incentive. That's the industry norm. ദാറ്റ് ഇസ് ഇൻഡസ്ട്രി. Okay, okay. അപ്പോൾ അത് നല്ലൊരു മണിയാണ്. ഓക്കെ. കുറെ പാസീവായിട്ട് ചിലപ്പോൾ കിട്ടും, കാരണം 2 മാസം മുമ്പ് ഹയർ ചെയ്ത ആൾക്കാണെങ്കിലും അവരുടെ ഇൻകം വരും. അവരുടെ കിട്ടി നമുക്ക് as long he is working there we will be getting the money. ഓ, നൈസ്. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഓക്കെ. കമ്പനി ഇസ് റണ്ണിങ് പ്രോഫിറ്റ്. യെസ്, യെസ്, യെസ്. അപ്പം അങ്ങനെ ഇതുണ്ട്. ഓക്കെ. പക്ഷേ there is a different life also. That means we will not be having a personal life there. ഫുൾ ടൈം ഇങ്ങനെ US ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്യണം, ബിസി ആയിരിക്കും. ദാറ്റ് ഓൾസോ വി ഹാവ് ടു വർക്ക് ഇൻ നൈറ്റ് ഷിഫ്റ്റ്, കാരണം US ടൈമിൽ വർക്ക് ചെയ്യണം. യെസ്, യെസ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ പറ്റും. നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നൈസ്, വെരി ഐ റിമെമ്പർ എൻ്റെ ഫസ്റ്റ് ബൈക്ക് ഞാൻ എടുക്കുന്നത് ഇൻസെൻറ്റീവ് വെച്ചാൽ. അത് എത്ര രൂപ കിട്ടിയെന്ന്? അന്ന് എനിക്ക് 50,000 കിട്ടി. 9 എന്നെ ഇയർ ചെയ്താ? ഐ തിങ്ക് 2005. എൻ്റെ 2005 ആ സമയത്ത് എന്നാ ബൈക്ക് എടുത്തത്? അത് വിക്ടർ ആയിരുന്നു. അത് എത്ര രൂപയുടെ ബൈക്ക്? എക്സ്പെൻസീവ് ആണോ? അല്ല, അത് ഞാൻ ബൈക്സിനെ പറ്റി അല്ല, എക്സ്പെൻസ് അല്ല, ഫുൾ എടുത്തല്ല. നമ്മൾ ഇനിഷ്യൽ ഇത് കൊടുത്തിട്ട് നമ്മൾ എന്താ പറഞ്ഞ ലൈക്ക് നോ ലോൺ, നത്തിങ്, നോ ലോൺ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഇത് കൊടുത്തിട്ട് വാട്ട് ഇസ് കോൾഡ് EMI പറഞ്ഞ നമ്മൾ ഡൗൺ പേയ്മെന്റ് എടുക്കുന്ന ആ ഇൻസെന്റീവ് വരുമ്പോഴാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ. ആൻഡ് ബാക്ക് ദെൻ ലൈക്ക് what was your income in a month? ഒരു മാസമൊക്കെ എത്ര? And how old were you back then, like when you were doing this in New Age? New Age 2012 ആയിരുന്നു. So you are how old at that time approximately, if you don't mind me asking? If you don't That's mind. not a good question. You look like a very young man because you are fit, that's why. No, actually, I told you, I cannot tell those things in front of the camera. No problem. In fact, I lost around 23 kgs Okay, okay. last 1 year. Oh, it's So because I'm of not that fit. I'm trying to lose 2 kilos. I'm not able to lose. No, I never tried to lose weight what I lost. It's not good. I lose 2 kilos, then next year I gain 3 kilos. So there is no use. So now you're in UA system and you're working as a US recruiter. You're Then making a I income. worked here for 1 year. Yeah, and then you went to Bangalore. I went to Bangalore, and that company was called, oh my God, I forgot the name. Radiant. Yeah. Radiant Systems. Actually, that means it was a big brand than all the companies what I had, and I worked there for 1 year. As an individual recruiter only. Not individual. Then there's ladder, right? I'm doing like Manager, all those things. okay, Right? okay. There I was working as a client delivery manager. I was working there. Okay, and what was your job description there like? I mean, I'll be handling the clients, right? So, and I'll be having a team and all those things. You'll be talking to the corporates at that time or the clients? You're talking to the clients. Both. Okay. Both. Okay. Like depends on the needs. Uh-huh. I mean, normally we'll be talking to the candidates and talking with the team, all those things. So you reach out. So in this recruitment industry, like you guys have companies in the US, നിങ്ങൾ അവരായിട്ട് പാർട്ട്നേഴ്സ് ആയിരിക്കും, എന്നിട്ട് അവരെ വേക്കൻസീസ് എടുത്തിട്ട് ഇവിടെ ഹയർ ചെയ്യും. There is a different view on that also. I can tell you that. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, for example, I am taking IBM as an example. Okay, if you are looking at IBM will be having few direct vendors. Okay. Direct vendors in the sense, the recruitment, once we are opening a recruitment for a contract job, that will be open to the first primary vendors. Okay. For example, എനിക്കൊരു ജാവ ഡെവലപ്പർ വേണം. ആ ജാവ ഡെവലപ്പർ ഞാൻ ഈ IBM ഓപ്പൺ ചെയ്യുന്നത് ഈ പ്രൈമറി വെൻഡേഴ്സിനായിരിക്കും. ഓക്കെ. ഈ പ്രൈമറി വെൻഡേഴ്സ് ഇപ്പോൾ IBM നോക്കി 130 വെൻഡേഴ്സ് ഉണ്ടാവും. അതിനകത്ത് പ്രീമിയം വെൻഡേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് വെൻഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് പോകുന്നത് 10 വെൻഡേഴ്സ് ആയിരിക്കും പോകുന്നത്. ഓക്കെ. ഈ ജോബ് റിക്വയർമെൻറ്റ് പോകും. അപ്പം അവരാണ്, അപ്പം നമുക്ക് ഫസ്റ്റിൽ നമുക്ക് റിക്വയർമെൻറ്റ് കിട്ടും. ഓക്കെ. പ്രൈം വെൻഡേഴ്സിന് ഫസ്റ്റ് റിക്വയർമെൻറ്റ് കിട്ടും. അപ്പം വിത്തിൻ നോ ടൈം ഈ വെൻഡേഴ്സ്
ഇമ്മീഡിയറ്റ്ലി ലുക്ക് ഇൻ ദ കാൻഡിഡേറ്റ്സ്. ആ ഏരിയയിൽ മാർക്കറ്റ് നോക്കിയിട്ട് ആൾക്കാരെ വിളിക്കുക, മെയിൽ അയക്കുക, ഫോളോ ചെയ്ത് ഒരു കാൻഡിഡേറ്റ് റീച്ച് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കാൻഡിഡേറ്റ്സ് അവരെ കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ ബി ദ കാൻഡിഡേറ്റ്സ്. അങ്ങനെ ഇവര് നമ്മൾ ഈ കാൻഡിഡേറ്റ്സിനെ ആ വെൻഡേഴ്സ് ഈ IBM സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദേ സബ്മിറ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് ആസ് ദെയർ കാൻഡിഡേറ്റ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് റെസ്യൂം വരുന്നു. അപ്പോൾ നമ്മുടെ HR നമ്മുടെ ഹയറിംഗ് മാനേജർ ഇൻ്റർവ്യൂ ചെയ്യുന്ന കാൻഡിഡേറ്റിനെ. അപ്പോൾ കാൻഡിഡേറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹി ഈസ് ഗെറ്റിംഗ് സെലക്റ്റഡ്. അപ്പോൾ നമ്മുടെ പിന്നെ ഈ മറ്റേ ടീം പ്രോസസ് ഒന്നും കാൻഡിഡേറ്റ് ആയിട്ടില്ല. മനസ്സിലായി. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ നിങ്ങളുടെ ആളായിരിക്കില്ലേ എന്തായാലും ഇന്റർവ്യൂ എടുക്കണത്? ഇപ്പം യുവർ എഞ്ചിനീയർ, യുവർ ടീം. ഞാനിപ്പോ പറഞ്ഞത് ഞാൻ ട്രാറ്റത്തില്ല, റേഡിയന്റിൽ വർക്ക് ചെയ്ത റേഡിയന്റ് വർക്ക് ചെയ്യുന്ന പ്രോസസ്. IBM എക്സാം എടുത്തു. മനസ്സിലായി. അപ്പൊ നമ്മള് പിന്നെ ഇതിനകത്ത് ഒത്തിരി പ്രോസസ് ഉണ്ട്. നമ്മൾ ഒരു റിക്രൂട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ലീഡ് ഇതിനൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ മറ്റേ പോർട്ടലുണ്ട്, ക്ലയന്റ് പോർട്ടലുണ്ട്. ഈ പോർട്ടലിൽ നമ്മുടെ റെസ്യൂമെ സബ്മിറ്റ് ചെയ്യുന്നതും അതൊക്കെ ഒരു എല്ലാവർക്കും ആക്സസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ദാറ്റ് ഹാസ് ടു ബി ക്ലീൻ. ജങ്ക് ലീഡ്സ് വരരുത്, ജങ്ക് റെസ്യൂമേസ് വരരുത്. കാരണം അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാൻസ് പോവാണ് ചെയ്യുന്നത്. അവർക്ക് എഫേർട്ടും കൂടുതലാണ്. ഞാൻ പറഞ്ഞു ചില ക്ലയൻസ് ഒക്കെ ഉണ്ട്, ചില ക്ലയൻസ് ഒരു എറർ കണ്ടു കഴിഞ്ഞാൽ കെട്ടുകളയും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ഒരു റെസ്യൂമയുടെ ഫോർമാറ്റ്, ചില ക്ലയന്റിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട് റെസ്യൂമേസ്. ഇപ്പൊ ജോൺസൺ അവനൊരു ഫോർമാറ്റ് ഉണ്ട്. അവർക്ക് ആ റെസ്യൂമെ ആ ഫോർമാറ്റിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫോർമാറ്റ് മാറി കഴിഞ്ഞാൽ അവർ അവർക്ക് അത്ര അധികം ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർ മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാരെയും ഇതിനകത്ത് കയറ്റി വരാൻ പറ്റത്തില്ല. സോ വാട്ട് ഇതെല്ലാം നിങ്ങളാ ചെയ്യണം, അതായത് റേഡിയന്റ് സെക്ഷൻ ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോ റേഡിയന്റിൽ ബാക്കിയുണ്ട്. ദ കൺസേൺ പേഴ്സൺ വിൽ ബി ഡൂയിങ് ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഈ ക്ലയന്റ് മാനേജ് ചെയ്യുന്നത്, ഈ കുറെ ക്ലയൻസ് ഉള്ള ഈ ഇത്തരത്തെ ക്ലയൻസ് ഒരാൾ മാനേജ് ചെയ്യുന്നു. അപ്പൊ ഹി ഈസ് എ പേഴ്സൺ ഓർ ഷീ ഈസ് എ പേഴ്സൺ ഹാസ് ടു ഡു ദീസ് തിങ്സ്. ഗോട്ട് ഇറ്റ്. ഓക്കെ. And they give these CVs to, like for example, IBM, and then IBM does some kind of internal filtration also. Definitely. But in this case I'm assuming they are an employee of IBM, right? നിങ്ങൾ പറഞ്ഞ എക്സാമ്പിളിൽ അതിലും നിങ്ങളുടെ സ്റ്റാഫായിട്ട് നിങ്ങൾ $50 അവിടെ $70 കണക്കുണ്ടോ, അതോ ഇവൻ ഡയറക്റ്റ് ഇപ്പൊ IBMന്റെ സ്റ്റാഫ് ആവോ? ഇല്ല, കോൺട്രാക്ട് പൊസിഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇതുണ്ടെന്ന്. കോൺട്രാക്ട് പൊസിഷനിലാണെങ്കിൽ ഇങ്ങനെ ഒരു ബില്ലിംഗ് നടക്കും. നമ്മൾ ഡയറക്റ്റ് ആണെങ്കിൽ വെണ്ടർ വഴിയുള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ജോബാണ്. ഫുൾ ടൈം ഹയറിംഗ് ഡിഫറെന്റ് ആണ്. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീസാണ് കൊടുക്കണം, ഫിക്സഡ് ഒരു ഫീസ്. അത് 13% ആണെങ്കിൽ ഒരു ആനുവൽ ഇൻകത്തിന്റെ 13% ഫിക്സഡ് ആണ്. നിങ്ങൾ അപ്പൊ അവിടെ റേഡിയന്റിൽ വർക്ക് ചെയ്ത് എത്ര ആണ് റേഡിയന്റ് വർക്ക് ചെയ്തത്? 1 year. അത് കഴിഞ്ഞ് റേഡിയന്റ് അതാണ് എന്റെ ജേർണി ടു IBM. നിങ്ങൾ ഡ്രീം കമ്പനിയിൽ ഇൻഫാക്ട് ഐ ഡോണ്ട് റിമെമ്പർ വെൻ ഐ അപ്ലൈഡ് ഫോർ ദ IBM ജോബ്. ഒരു ദിവസം ഞാൻ ജോബിൽ പോയിറങ്ങുന്നു. ഐ ഗോട്ട് എ കോൾ ആൻഡ് സെഡ് ദാറ്റ് ഐ ആം കോളിംഗ് ഫ്രം IBM. ഞാൻ തമാശയാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ തമാശയാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നമ്മൾ ഇത്തിരി സ്റ്റൈലൊക്കെ സംസാരിച്ചു. ഓക്കെ ഗുഡ്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഐ വിൽ സ്കെഡ്യൂൾ എൻ ഇന്റർവ്യൂ വിത്ത് US person. Can you get me the best time? പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് എപ്പോഴും കുഴപ്പമില്ല. അപ്പോഴും നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് ജോലി, എനിക്ക് എൻ്റെ ജോലിയുണ്ട്, അപ്പോൾ അതിനെ ഡിസ്റ്റർബ് വാങ്ങിച്ച് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കന്ന് ഞാൻ ജോലിക്ക് കയറുന്നത് 6:30 PM ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു 5:30 മുമ്പിലാണെങ്കിൽ എനിടെ ഫൈനാന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ആ പേഴ്സൺ ഓക്കെ ഹി വിൽ അപ്ഡേറ്റ് മീ എന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കുളന്ന് വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് പറ്റില്ല, ആരും എന്നെ കളിപ്പിച്ചതാ. ഓക്കെ, അത് 4ാമത്തെ ദിവസം എനിക്ക് കോൾ വന്നു, എനിക്ക് നാളെ ഒരു ടൈം സ്കെഡ്യൂൾ ഉണ്ട്, ക്യാൻ ബി ഹാവ് എ കോൾ വിത്ത് US person എന്ന് ചോദിച്ചു. ഓക്കെ, ഓക്കെ ഇറ്റ്സ് എ റിയൽ കോൾ. ശരി ഓക്കെ ഫൈൻ ചെയ്യാമെന്ന് പറയും. അപ്പോൾ എല്ലാം സ്കെഡ്യൂൾ ചെയ്തു. പിറ്റേ ദിവസത്തേക്ക് എല്ലാം മെയിലെല്ലാം കൺഫേം ചെയ്തു. പിറ്റേ ദിവസം അന്ന് വിളിക്കുന്നത് IBMന്റെ USലെ വൺ ഓഫ് HR വലിയൊരു ആളെന്നെ വിളിക്കുന്നത്, ഒരു ലേഡിയെ വിളിക്കുന്നത്. ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം, സോറി, ഇയേഴ്സ് ബാക്ക്. എന്നെ ആ കറക്റ്റ് ടൈം ഓൺ ടൈമിൽ കോൾ വന്നു. ദാറ്റ് ഇസ് മൈ +1, ദാറ്റ് ഇസ് മൈ US കോളി. ഓൺ ടൈമിൽ കോൾ വന്നു. ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഐ ഹാവ് എവർ ഫേസ്ഡ്. കാരണം ഒരു ഇന്റർവ്യൂ ഇത്രയും പെർഫെക്റ്റ് എടുക്കാന്ന് എന്നെ പഠിപ്പിച്ചത് ആ ഇന്റർവ്യൂ ആണ്. And you don't remember her name? I don't remember her name. And she's not with the IBM anymore. She's not with the IBM. She was old. And the perfect എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ
the way she spoke, I still remember. Okay. I mean, the interview was perfectly framed. അതുകൊണ്ട് ഒരു നെഗറ്റീവ് നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നു. Very gracious. വെരി ഗ്രേഷ്യസ്. അപ്പോൾ ഐ വാസ് ടോട്ടലി ഹാപ്പി. അപ്പം എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാം. നമ്മൾ ഇന്റർവ്യൂ എടുക്കാറുണ്ടല്ലോ, നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ഒരാളാണ്. നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന ആളാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെയും ഇന്റർവ്യൂ എടുക്കാം. ഓക്കെ. അങ്ങനെ ആ ഇന്റർവ്യൂ കഴിഞ്ഞു. ദാറ്റ് വാസ് അറൌണ്ട് 45 minutes. ഓക്കെ. നല്ല ലോങ് ഡ്യൂറേഷൻ ആയിരുന്നു. കാരണം ആക്ച്വലി ഷീ വാസ് ടെല്ലിങ് ദ സ്റ്റോറീസ് ഓഫ് IBM. അങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. I think a lot of people know, some of our viewers might not know about IBM's contribution because they so IBM, even I'm not very clear, so IBM invented the personal computing, that kind of space. ആക്ച്വലി നമ്മൾ IBM സ്റ്റാർട്ട് ചെയ്യുന്നത് പേഴ്സണൽ മറ്റേ PC-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്ക്പാഡ് ഇല്ലേ, തിങ്ക്പാഡ് വാസ് ഓൺഡ് ബൈ IBM. ആക്ച്വലി ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ ഒരു ഫീൽഡ് വിട്ടതിന് ശേഷമാണ് തിങ്ക്പാഡ് നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്നത്. It was sold to Lenovo. Okay. Lenovo തിങ്ക്പാഡ് ആയിരുന്നു. IBM was like an innovation company. That's what even I think. അത് കഴിഞ്ഞ് നമ്മളിപ്പം ആക്ച്വലി കൺസൾട്ടിങ്ങിലേക്ക് മാറി. Okay. കൺസൾട്ടിങ് ഉണ്ട്, നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്, കുറേ ടീമുണ്ട്. ഇപ്പോൾ വി അക്വയർഡ് റെഡ് ഹാറ്റ്. Okay. അങ്ങനെ കുറേ കമ്പനി നമ്മൾ അക്വയർ ചെയ്തു, വെതർ കമ്പനി, അങ്ങനെ കുറേ കമ്പനീസ് നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കൺസൾട്ടിങ്ങിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ലാസ്റ്റ് ഇയർ കൺസൾട്ടിങ് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെയാണ് നമ്മുടെ പുതിയ AI-യിലേക്ക് മൂവ് ആയിരിക്കുന്നത്. AI നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ആക്ച്വലി AI ആണ് ഫോക്കസ് ചെയ്യുന്നത്. Okay. You are trying to build your own model, or where is your focus area inside AI? AI എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനകത്ത് നമ്മളിപ്പം ഇപ്പോൾ പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്, കുറേ എന്താ പറയുക, കുറേ പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക്. വാട്സൺ എക്സിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറായ വാട്സൺ എക്സ്, IBMന്റെ സൂപ്പർ കേട്ടിട്ടുണ്ട്. അപ്പം ആ വാട്സന്റെ പുതിയ അഡ്വാൻസ്ഡ് രീതിയിലേക്ക് മാറണം വാട്സൺ എക്സ്. ഈ വാട്സൺ എക്സ് യൂസ് ചെയ്ത് നമ്മൾ AI ഒത്തിരി കമ്പനീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ChatGPT എന്ന് പറഞ്ഞ സാധനം, അത് ആക്ച്വലി ഓപ്പൺ സോഴ്സ്. അതൊരു ബിസിനസ്സിന് വേണ്ടി അല്ലത്. ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വാട്സൺ എക്സ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഫോർ ദ ബിസിനസ് എന്റർപ്രൈസ് കമ്പനീസ്. അപ്പൊ അവരുടെ നീഡിന് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദേ നീഡ്, നമ്മളത് ട്യൂൺ ചെയ്യുക. Okay, that's your own model and you're building it for enterprise. So now you're in IBM. Very gracious lady has taken your interview for 45 minutes. What happens next? How was your onboarding and everything? Onboarding was pretty fine, pretty cool in fact. And ഒറ്റ പ്രാവശ്യം എന്നെ വിളിച്ചോളൂ. Only one time I had to go to the office. Okay. അത് മാന്യതയിലായിരുന്നു, നാഗവര. നാഗവര. അത് അവിടെ സോറി, അതെവിടെ മാന്യത ടെക് പാർക്ക് അറിയോ? ഏത് സ്റ്റേറ്റ് അത്? കർണാടക, ബാംഗ്ലൂർ. മാന്യത ടെക് പാർക്ക്. അവിടെയാണ് സുബ്രഹ്മണ്യ ആർക്കല്ലോ, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. രണ്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രാവശ്യം ഞാൻ പോയി. വൺ ടൈം ഐ വെന്റ് ദേർ, ഐ മെറ്റ് ദ HR പേഴ്സൺ ആൻഡ് സ്കൂൾ ആൻഡ് ഐ മീൻ ഗുഡ്. അപ്പം ഞാൻ പറയുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBMന്റെ, ഐ മീൻ എൻ്റെ സാലറി ദർ ഇസ് നോട്ട് എ ബിഗ് സാലറി. അപ്പോൾ IBM എൻ്റെ അടുത്ത് ചോദിച്ചു, ദ HR പേഴ്സൺ ആസ്ക്ഡ് മീ വാട്ട്സ് സാലറി എക്സ്പെക്ടേഷൻ. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ I was not looking for a salary there. I wanted to get into IBM. Okay. അപ്പോൾ ഞാൻ പറഞ്ഞു, I am getting this much, whatever you are offering, I am okay with that. അന്ന് എൻ്റെ HR എൻ്റെ അടുത്ത് പറഞ്ഞൊരു ആൻസറാണ്, man, you are the person, you should know your value. You should ask, you should keep your value and you should ask how much you want. എന്നെ അന്ന് പഠിപ്പിച്ചത് HR. And then what did you ask? ഞാൻ ഒന്നും പറഞ്ഞില്ല. Still I was in a kind of dilemma. I told okay, എങ്ങനെയെങ്കിലും IBM കേറിയാൽ മതി. But he offered me better salary than what I was expecting. അങ്ങനെ ഓഫർ ചെയ്തു. ഞാൻ ഐ മീൻ എൻ്റെ സാലറിക്കാർ കൂടുതൽ എനിക്ക് ഓഫർ ചെയ്തു. ബട്ട് ദർ ഇസ് എ മൈനസ് തിങ് ദർ. ദാറ്റ് മീൻസ് യു വോണ്ട് ഗെറ്റ് എനി ഇൻസെന്റീവ്സ്. അപ്പൊ ഇൻസെന്റീവ് നമുക്ക് കട്ടാവും, ടോട്ടലി കട്ടാവും. ദാറ്റ് ഇസ് നമ്മുടെ സാലറിയുടെ ഹ്യൂജ് പാർട്ടാണ് ഇൻസെന്റീവ്. അപ്പൊ അത് കട്ടാവാണ്, മനസ്സിലായി. ബട്ട് സ്റ്റിൽ ഫിക്സഡ് സാലറി കൂട്ടി, പക്ഷെ ഇൻസെന്റീവ് ഇല്ലാണ്ടായി. ഇൻസെന്റീവ് ഇല്ല. നമുക്ക് സെയിൽസിൽ മാത്രമേ ഇൻസെന്റീവ് ഉള്ളൂ. IBM സെയിൽസിൽ മാത്രം. റിക്രൂട്ടിങ്ങിനകത്ത് ഉണ്ടായിരുന്നില്ല. ഒന്നും ഇപ്പോഴും ഇല്ല, ഒന്നുമില്ല ഇപ്പോഴും. Maybe they don't want
ആ ഒരു ടൈപ്പ് കൾച്ചർ അല്ലായിരിക്കും. അല്ല, ആ കൾച്ചറിനല്ല. കാരണം ഇത് നമ്മൾ തന്നെ ഒരു ക്ലയന്റ്. കാരണം വി ആർ നോട്ട് റിക്രൂട്ടിംഗ് ഫോർ സമൺ എൽസ്. അതെ 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 നമ്മുടെ ക്ലയന്റ് നമ്മൾ തന്നെയാണ്. അതെ അതെ. അപ്പം നമുക്ക് വി കനോട്ട് ഗെറ്റ് മണി ഫ്രം ദാറ്റ് റിക്രൂട്ട്മെന്റ്. ശരി അല്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോസസ് ഇല്ല നമുക്ക്. ഓക്കെ. സോ ദെൻ ദിസ് വാസ് അപ്രോക്സിമേറ്റ്ലി വിച്ച് ഇയർ? 2013. Yeah. Okay. So then after that you worked in IBM from that day till this day you're working in IBM? No. I worked till 2019, I believe. Okay. Continuously you had a tenure there. COVID മുമ്പ് വരെ. Okay, I'm very interested to know what was your journey inside IBM. Like you got in this very straightforward approach. What was your journey inside IBM? Anything memorable? How was your climbing the corporate ladder? Memorable is in IBM. Seriously. കാരണം the best place to work with different culture, different people, different world, different country people, ഒത്തിരി ഡിഫറൻസ് ആണ്. എല്ലാം ഓരോ ദിവസം നമുക്ക് ഓരോന്ന് പഠിക്കാനുള്ളൂ ഇവിടെ. ഓക്കെ. കാരണം ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ടീം മെമ്പേഴ്സോ ആയിരിക്കില്ല നാളെ. ഓക്കെ. കാരണം ഫോർ എക്സാമ്പിൾ ഐ ആം ഇൻ ഗ്ലോബൽ റിക്രൂട്ടിംഗ്. കാരണം ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് അമേരിക്ക വേണ്ടിയാണൊക്കെ, നാളെ ഞാൻ വർക്ക് ചെയ്യുന്നത് എന്താ പറഞ്ഞത് കാനഡയ്ക്കായിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞ് ജർമ്മനിക്കായിരിക്കും. You working from home during this entire time or not entire time? Last 1 year I'm working. So I was thinking back then ഈ work from home അത്ര വലിയൊരു സ്ട്രോങ് ആയിരുന്നില്ല. IBM was not into എന്താ പറഞ്ഞ 100% വർക്ക് ഫ്രം ഓഫീസ്. കോവിഡ് കഴിഞ്ഞിട്ടാണല്ലോ കൂടുതൽ എന്ന് പറഞ്ഞാൽ IBM അന്നും they were not particular about you have to go to office 5 days. അങ്ങനെ ഇതില്ലായിരുന്നു. ഓക്കെ. you have to go to office in 3 days. ഓക്കെ. അന്നും 2014-13 ആ സമയത്ത് അന്ന് അത്രയില്ല കേട്ടോ. അന്ന് അങ്ങനെയല്ല. ഞാൻ ടോക്കിംഗ് അബൌട്ട് റീസൺ ബിഫോർ ദ കോവിഡ്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ആ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ ടൈമിലേക്ക് എന്ന് പറഞ്ഞാൽ IBM വാസ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ടു വർക്ക് ഫ്രം വർക്ക് ഫ്രം ഹോം. കാരണം എന്ന് പറഞ്ഞാൽ അവർ മോർ പ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ. കാരണം ട്രാവൽ ചെയ്യേണ്ട ഓഫീസിലേക്ക്, ആ ട്രാവൽ ചെയ്യുന്ന ടൈം, കമ്മ്യൂട്ടിംഗ് ടൈം, അതും പിന്നെ എന്താ പറയുക നമ്മുടെ ഒത്തിരി ലാഭകരമായ സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതെ അതെ അതെ. കംഫർട്ടാണ്, ഫുഡ് കിട്ടും, മറ്റേ ട്രാവൽ കാണുന്ന കാര്യങ്ങൾ ഒത്തിരി ലാഭമാണ്. മോർ മോട്ടിവേറ്റഡ്. അപ്പം അതുകൊണ്ട് അന്നും നമ്മൾ IBM അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. ഓക്കെ. എന്നിട്ട് നിങ്ങളവിടെ റിക്രൂട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ടീം ലീഡർ പൊസിഷൻ ആയിരുന്നു അതോ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ? Individual contributor. Still now I am an individual contributor. Now also you're an individual contributor. Yes. And so what kind of hirings you focusing on tech hirings only? അത് നമ്മളെല്ലാം ആയിരുന്നു. എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ്. അത് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ദ എക്സ്പീരിയൻസ്. അത് അങ്ങനത്തെ കിട്ടുന്നത്. കാരണം എല്ലാവർക്കും നമ്മൾ എന്താ പറഞ്ഞ എക്സ്പേർട്സിനെ ഓർ IBM ഹാസ് ഓൺ ബാൻഡ്സ്. ഇറ്റ് വർക്ക്സ് ഓൺ ബാൻഡ്. ബാൻഡ് 3, 4, 5, 6, 7, 8 അങ്ങനെ വരും. ഓക്കെ. 10 കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ടീവ് ബാൻഡ്സ് ആണ്. ഓക്കെ. ABCD അങ്ങനെ എക്സിക്യൂട്ടീവ് ബാൻഡ്സ് ആണ്. Okay. This because in social media everybody is interested to know about numbers. So I'm just without naming any names, what was the highest salary that you hired somebody for? If you're okay, share. Actually, these things are confidential. Confidential. Cannot reveal. Even without the names, you cannot tell us. No. Like 1 million, 2 million. We are not എന്താ പറഞ്ഞ അത്ര we are still with the market rates. Not above the market, not below the market. നിങ്ങൾ പക്ഷേ US-ലും ഹയറിംഗ് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? US അപ്പം അവിടുത്തെ അപ്പം നൈറ്റ് ടൈമിലും വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ? അതില്ല. ഇമെയിൽസ് ത്രൂ? ഇമെയിൽസ്. കാരണം നമ്മൾ ദാറ്റ്സ് അഡ്വാൻറ്റേജ് വി ഗോട്ട് ഇൻ IBM, റൈറ്റ്? ഓക്കെ. എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ that is selling of brand. അതെ 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 ശരി അതെ ശരി അതെ. കാരണം ഇപ്പം if I'm sending an email from my account, IBM account, or if I'm sending from some other company's definitely account, there is a big difference. Yes. People will open, they will read, they will respond. I can definitely understand the response rate. കാരണം നമ്മളിപ്പോൾ LinkedIn റെസ്പോൺസ് നോക്കി നമുക്ക് അറിയാൻ പറ്റും. കാരണം if I'm sending this LinkedIn mail from some other company, the LinkedIn response will be very less. Correct. Yes. നമ്മുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ it is more than 60%. If I'm a developer and I'm seeing IBM, somebody with IBM in LinkedIn reaching out, I'm definitely responding. Yes, correct. അതൊരുതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നത് 11:30 വർക്ക് ചെയ്യുന്നത്. ഓക്കെ. 11:30 PM. 11:30. Now ഇപ്പം നമ്മളെ സംബന്ധിച്ച് രണ്ട് കാറ്റഗറി ആൾക്കാരെ പറ്റി നിങ്ങൾ ചിന്തിക്കുക ആസ് എൻ IBM റിക്രൂട്ടറിന്. ലെറ്റ്സ് സേ സംബഡി ഈസ് കമ്മിങ് from a small town place like you, somebody is coming from a rural area, they have done a degree which is non-technical. Let's try them first. Somebody like a BA, BSc kind of a degree from there, which is not a very good college. Does this person have any chance of getting into IBM? If yes, how? Yeah, I can guide you on that. Okay.
if the right person with the right skills on right time. റൈറ്റ് ടൈം ഇസ് Right ഇമ്പോർട്ടൻറ്റ്. time, that is റൈറ്റ് ടൈം ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കിപ്പോൾ റെസ്യൂമ് കിട്ടി, നല്ല കാലിബറുള്ള കാൻഡിഡേറ്റ് ആണ്. ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി, അതെ അതെ ഐ ആം ഹെൽപ്ലെസ്. അതെ. ഈ ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ IBM കരിയറിലുണ്ട്, കരിയർ സൈറ്റിൽ പോയാൽ മതി. സൈറ്റിൽ എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ. നൗ BA BSc ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർ നിങ്ങൾ എടുക്കാറുണ്ടോ? ഉണ്ടല്ലോ. ഇഫ് ഈസ് കംപ്ലീറ്റഡ് ദ ഡിഗ്രി മിനിമം ആണ് തോന്നുന്നില്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞനുസരിച്ച്. ഇപ്പോഴത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ഡിഗ്രി ഈസ് വെരി ഡിഗ്രി മാൻഡേറ്ററി. സംബഡി ഈവൻ ഫ്രം എ BA BSc ബാക്ക്ഗ്രൗണ്ട് ഫ്രം എ tier 2 tier 3 college is okay. Yeah, they can try, they Yes, can attempt definitely, they can attempt and try it. And my advice to the young generation എന്ന് പറഞ്ഞാൽ, be ethical. The person should have right ethics and not focused mind. കാരണം ഞാൻ പലരും കാണാത്തൊരു അത് തന്നെയാണ്. കാരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഗ്രാജുവേറ്റ് ഹയറിംഗ് എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞൊരു ടൂൾ വഴിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, US ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ മാസ് മെയിലിംഗ് ആണ് ചെയ്യുന്നത്. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ 10,500 10,000 ആൾക്ക് ഹയർ ചെയ്യണം. ഓക്കെ. നമുക്ക് ടാർഗറ്റ് ഉണ്ടാവും. എനിക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഇത്ര ആൾക്ക് ഹയർ ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യുന്ന മാസ് മെയിലാണ്, ഈ ടൂൾ വഴി മാസ് മെയിലാണ് ചെയ്യുന്നത്. അപ്പം ഇഫ് ദ പേഴ്സൺ ഈസ് റെസ്പോണ്ടിങ് ഓൺ നോട്ട് റെസ്പോണ്ടിങ് ഓൺ ടൈം, ലൂസിങ് ദി ചാൻസ്. അതെ. കാരണം ഞാൻ പറയുന്നത് എനിക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഫില്ല് ചെയ്യണം. നമുക്ക് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇത് ഫില്ല് ചെയ്യണം. ഐ നീഡ് ദ റൈറ്റ് കാൻഡിഡേറ്റ്. അതിനകത്ത് ഒത്തിരി ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി വേണം, എല്ലാത്തിനും ഓരോ ഇതുണ്ട്. നമുക്ക് ഡൈവേഴ്സിറ്റി വേണം, അത് വേണം, ഇത് വേണം, കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയസ് എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഈ സാധനം പൊസിഷൻ ഫില്ല് ചെയ്യാൻ. എൻ്റെ ഇമെയിൽ എങ്ങനെയാ ഈ ലിസ്റ്റിലേക്ക് ഞാൻ എൻ്റർ ചെയ്യേണ്ടത്? അത് കരിയർ സെക്ഷനിൽ പോയിട്ടാണോ? നിങ്ങൾ പറഞ്ഞില്ലേ മാസ് ഇമെയിൽ അയക്കുന്നത്, അത് ഞാൻ പറഞ്ഞ അത് US-ലാണ്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ IBM കരിയർ പേജിൽ നോക്കേണ്ടി വരും. പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാം, നമ്മുടെ റെസ്യൂമെ ആഡ് ചെയ്യാം. റെസ്യൂമെ ആഡ് ചെയ്ത് ഇമെയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ടാലന്റ് പൂളിനകത്ത് കയറണം. റെസ്യൂമെ ആഡ് ചെയ്ത് ഇമെയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയ ഇൻട്രസ്റ്റ് ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി മെയിൽസ്. നമുക്ക് ഇതിന് ടീമുണ്ട്. അവര് നമ്മുടെ ഇത് ആക്ച്വലി നമുക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു. അല്ലാതെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ IBM കരിയർ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം, ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാം, അപ്ലൈ ചെയ്യാം. So that's where we'd have to guide anybody who wants to go to IBM. Go to the career site, get your resume registered. റെസ്യൂമെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ വേക്കൻസീസ് വരുന്നത് അപ്ലൈ ചെയ്യുക. കീപ് ഓൺ സെർച്ചിങ്, കീപ് യുവർ ഐസ് ഓപ്പൺ, കീപ് ഓൺ സെർച്ചിങ്. ഓക്കെ. ഇനിയിപ്പം BA BSc ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ BTech ആണെങ്കിൽ സെയിം റൂട്ട് ആയിരിക്കും അല്ലേ? ടെക്നിക്കൽ റൂട്ട് സെയിം റൂട്ട്. ഇദ്ദേഹം വേക്കൻസി ക്ലിയർ ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു, ഇന്റർവ്യൂ ബുക്ക് ചെയ്തു. ഈ ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എത്തിക്സ് ഡെഫിനറ്റ്ലി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. what kind of how would they have to behave, or like what are you looking for in the interview? അത് ഞാൻ പറയും, if you are asking me as a person who is recording the people, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വി ക്യാൻ ഐഡന്റിഫൈ അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ, റൈറ്റ്? അതെ. if I am talking to a person for 3 minutes, I can understand how he is and where he is. നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞാൽ ദ പേഴ്സൺ വിത്ത് റൈറ്റ്, എന്താ പറഞ്ഞ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ ആയിരിക്കണം. ആൻസറിങ് ടു ദ ക്വസ്റ്റ്യൻ ഓൺ ആൻസറിങ് ദ റൈറ്റ്, ഗിവിങ് ദ റൈറ്റ് ആൻസർ ടു ദ റൈറ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെ ഇല്ലേ? അതുപോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് വേ ഓഫ് റെസ്പോൺസ്, പിന്നെ ആ ക്യാരക്ടർ, മൈൻഡ് സെറ്റ്. നമുക്ക് ടെക്നിക്കലി ഐ എം നോട്ട് എ പേഴ്സൺ, ടെക്നിക്കലി ഞാൻ ഒന്നുമല്ല. അപ്പം ഞാൻ നോക്കുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇപ്പോൾ IBM-ലേക്ക് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ഹൗ ഹീസ് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട്, അല്ലേ? ആൻഡ് പിന്നെ പറയുന്ന പോയിന്റ് പറഞ്ഞാൽ ഹൗ ലോങ് ഹീസ് ഗോയിങ് ടു ബി സ്റ്റിക്ക് വിത്ത് IBM. കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോപ്പിംഗ്, ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞ് ജിം ചെയ്യുന്നു. അപ്പൊ നമുക്കും പണിയാണത്. അടുത്ത ആളെ എടുക്കണം, നമുക്കും പണിയാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഹൗ ലോങ് ഹീസ് ഗോയിങ് ടു ബി സ്റ്റിക്ക് വിത്ത് ദ കമ്പനി, വാട്ട് ആർ ദ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, ഹൗ ഈസ് ഗോയിങ് ടു മിങ്കിൾ വിത്ത് ദ ടീം. ഒരു ടീം കൊളാബറേറ്റീവ് ആണ്. ഇപ്പൊ IBM-ന്റെ നമ്പർ 1 പോളിസി എന്ന് പറഞ്ഞാൽ ടീം ബോണ്ടിങ് ആണ്.
ഇപ്പോൾ യു ആസ് മീ ദറ്റ് എന്താ പറഞ്ഞത് IBM വർക്ക് ചെയ്ത ഫണ്ട് ഗുഡ് ഇൻസിഡൻസ്. ഐ ക്യാൻ ടെൽ ഫോർ എക്സാമ്പിൾ ദിസ് ടീം ബിൽഡിംഗ്. ഓക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ IBM ഓഫീസിലാണ്, ബാംഗ്ലൂർ ഓഫീസിലാണ്. അപ്പം ഒരു ഇന്ന് ഇപ്പം നവംബർ ഫസ്റ്റ് കേരളപ്പിറവ്. അപ്പം യുനോ വി വിൽ ബി ഗോയിങ് വിത്ത് മുണ്ടും ഷർട്ടും നമ്മൾ പോകും. അപ്പം ആ ഒരു ഇതിലാണ് നമുക്കോട്ടെ. സോ വിൽ ബി ഹാപ്പി ടു സീ ദാറ്റ്. അതുപോലെ തന്നെ ഇപ്പം നോർത്ത് ഇന്ത്യൻസിന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ ദേ വിൽ ബി ഡ്രസ്സിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഹോളി എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോഴാണ് ഇവിടേക്ക് നമ്മൾ ആഘോഷിച്ച് തുടങ്ങിയത് അല്ലേ? ഇപ്പോഴത്തെ എല്ലായിടത്തും ഹോളിയൊക്കെ ആഘോഷിച്ചു തുടങ്ങി, കേരളത്തിലും ഹോളിയൊക്കെ ആഘോഷിച്ച് തുടങ്ങി. ഇപ്പം ഞാൻ ചേച്ചിയോട് പറയുമായിരുന്നു, ചേച്ചിയുടെ സ്കോളിലും ഹോളി ആഘോഷിക്കുന്നു. ഇറ്റ് വാസ് എ ന്യൂ തിങ് ഫോർ മീ. കാരണം ഇത് ഞാൻ 2013 അവിടെ ഹോളി ആ ഒരു കൾച്ചർ അന്ന് പോലും ഉണ്ടാവും അവിടെ. മൾട്ടി കൾച്ചറലിസം. യെസ്. അതുപോലെ തന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബലിലേക്ക് മാറിയതിന് ശേഷം ഇപ്പം നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നു. അവിടുത്തെ സെലിബ്രേഷൻസ്, അവിടുത്തെ എന്താ പറഞ്ഞ ക്യാരറ്റ് പാർട്ടി, അതുപോലെ കേരളത്തിൽ എന്താ പറയുക ടൊമാറ്റോ പാർട്ടീസ്, ബിയർ പാർട്ടീസ്, ഇതിനെക്കുറിച്ച് അറിയുന്നു. ടൊമാറ്റോ പാർട്ടി എന്താ? തക്കാളി എറിയുന്ന കളിയൊക്കില്ലേ? തക്കാളി എറിയോ? അത് ഏത് രാജ്യത്തിന്റെ ആചാരമാണ്? അങ്ങനെ കുറെ ഫണി ഇൻസിഡൻസ് അങ്ങനെ അവർ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ അറിയുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ എന്താ പറയുക ഗ്ലോബൽ റെക്കോർഡിംഗ് ടീമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമ്മളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഇത് നമുക്കൊരു എന്താ പാഠങ്ങളാണ്, ലേണിംഗ് ലെസൺസ്. സോ ഒബ്വിയസ്ലി നമുക്ക് ഒത്തിരി കൾച്ചർ അഡ്മിംഗ് ചെയ്യാൻ പറ്റുന്നു. ഒത്തിരി ആൾക്കാരുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ, അവരുടെ എന്താ പറഞ്ഞ അവരുടെ ഹൗ ദേ ആർ ബിഹേവിങ് വിത്ത് അതേഴ്സ്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ശരി, അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടണമെങ്കിൽ ആ ഒരു വലിയ കമ്പനികൾ വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ഇത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ ഇരിക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്താൽ കിട്ടുള്ളൂ. കാരണം ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഈ ഇന്ത്യക്കാരാണ് കുറച്ചെങ്കിലും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്നത് ഈ റിലേഷൻഷിപ്പിലോ, ഐ മീൻ ഫ്രണ്ട്ഷിപ്പിലോ, ആ ടീം ബോണ്ടിങ്ങിലോ ഒക്കെ. ഐ മീൻ ഈ ഫോറിനേഴ്സ്, ചിലി, നമ്മുടെ ടീം നയിക്കുന്ന ചിലി, പിന്നെ മറ്റേ മെക്സിക്കോ, അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ, നമ്മുടെ ബ്രസീൽ, അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ദ വേ ഓഫ് ഇൻട്രാക്ഷൻ, അവരുടെ ആ ഇൻട്രസ്റ്റ്, ഒരാളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ അപ്പോൾ ദേ ആർ ബുക്കിംഗ് എവറിത്തിങ്. എന്താ പറയുക, ഒരു മുറാൽ പേജ് ഡിസൈൻ ചെയ്യുന്നു, എല്ലാവരുടെയും മെസ്സേജ് ടൈപ്പ് ചെയ്തിരുന്നു, എല്ലാവരോടും പറയുന്നു മെസ്സേജ് ഇട്. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുന്നു. എന്നിട്ട് ആ ബർത്ത്ഡേ ടൈമിൽ ഒരു വീഡിയോ കോൾ വിളിക്കും, ഒരു കോൺഫറൻസ് കോൾ വരുന്നു. ആ കോൺഫറൻസ് കോളിൽ എല്ലാവരെയും ബാനർ ഹാപ്പി ബർത്ത്ഡേ ഷോബി എന്നിട്ട് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഒരു ആഘോഷമാക്കി സെലിബ്രേറ്റിംഗ് ദ പേഴ്സൺ. നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. Good experience. But I think we are doing it in Avoda. We celebrate birthdays just like this because we are very interested in celebrating people's birthdays. കാരണം അതിനകത്ത് വേറൊരു സോഷ്യൽ ഡെപ്റ്റ് ഉണ്ട്. കാരണം എൻ്റെ ബർത്ത്ഡേക്ക് ഇവർ ഇൻട്രസ്റ്റ് എടുത്താലേ അവരുടെ ബർത്ത്ഡേക്ക് ഞാൻ ഇൻട്രസ്റ്റ് എടുക്കണം. സോ ഒരു റെസിപ്രോസിറ്റി ഉണ്ടാവും അതിനകത്ത്. എനിവേ ഇറ്റ്സ് സോ we have reached IBM and then you quit after 7 years. Yeah, after 7 years in IBM you quit. Yeah. And then where did you go? Like I worked in a company near Kochi only. A startup company? It's a startup. Oh, you wanted to try or try it? Wanted to try. അവിടെ I was there for 2 years. Same field, same domain? Actually I was same field, recruitment. കാരണം അവിടെ നിന്ന് മാറി നമ്മൾ IBM-ലേക്ക് നമ്മൾ മറ്റേ ഇൻസെൻറ്റീവ് ഇല്ലാത്ത റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഓക്കെ. അത് ആക്ച്വലി ഇപ്പോൾ ഡിഫറെന്റ് കൺട്രീസ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ US-ലേക്ക് വീണ്ടും പഴയ റോളിലേക്ക് മാറുകയാണ്. ഓക്കെ. In the startup? Old role, incentive, everything is there? Yeah, I was associate manager there. അപ്പോൾ അങ്ങോട്ട് മാറി, അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ കോവിഡൊക്കെ വരുന്നത്. കോവിഡ് ആയിരുന്നു. അപ്പോൾ എനിവേ I was working from അങ്ങനെ ഒരു 1 year 2 years അവിടെ വർക്ക് ചെയ്തു. Then I realized that this is not my place. Satisfying അല്ല. I need to go back. കാരണം നമുക്ക് ഒരു പേഴ്സണൽ ലൈഫ് മിസ്സാവുന്നത് തോന്നി എനിക്ക്. Okay. Then I decided I should go back. Then I reached out my earlier manager, previous manager, and he told me, man, wait for some time, this is not the right time, so wait for some time. അങ്ങനെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. Then I got the right time. Again I called him. I need to come back, please help me. Then he told me that, okay, wait, I will share your resume. I think there is an opportunity. We are trying for that. Okay. അങ്ങനെ
And this was which year? 2020, 21? 2022. 22. Okay. 22, I think one. Okay. I need to check my resume. Okay. Okay. 2021 ആണെന്ന് തോന്നുന്നു. 2 year ആയിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. Okay. 21 ആയിരിക്കണം. And then you gave your resume, your old manager helped you out. Yeah. Yes. Your manager is an Indian or a US? Yeah, he's an Indian. He is an Indian, and but at the time he was in US. Okay. And then he facilitated the rejoining. Yes. Now you're back to the same role and you're happy. Same role. In fact, I was with the same band, same role, same seat. Same seat also. Same seat. Okay. Yeah. And now you're again 4 happy years or 3.5 happy years now Yeah. back in IBM. Back in IBM, and after that, I moved to Cochin because it's my hometown, right? Okay. So I thought, okay, let me come back to Cochin. So that's a good thing with IBM and all. If I'm getting an opportunity to come back to hometown, they'll help out. In fact, you're doing it from home, right, in Kodamangalam. Yeah. I was coming to office till last year, 2023. 23 മാർച്ച് വരെ ഞാൻ ഓഫീസിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 24ഉം 25 ഓഫീസിലേക്ക് പോയിട്ടില്ല, എന്നിട്ടൊരു കുഴപ്പമില്ല. ഇത് ഒരു സർക്കാർ ജോലി പോലെ ശരിക്കും IBM അങ്ങനെയല്ല. ബിക്കോസ് as I mentioned, I'm on medical thing. Oh, and they've understood that and they're accommodating. That's a good thing. Okay. So my manager knows that. Nice. Okay. And I inform my manager about all those things, and she's really helping me. And she's not an Indian. She's from Mexico. I'm reporting to her. Nice. So she's understood that, and they have accommodated this request. So for the past 2 years, it's a big thing. Not 2 years, 1 year and something. 1 year and something. Yeah. Because a lot of companies that I know, if they come to know about something like this, it's kind of like a given that the person should resign. Like if this person is having some reason where they have to work from home or they cannot go with the rest of the policy, it's kind of given that they have to resign. And there is one more thing in that. I mean, a person who is working with a whole heart. Yes, that commitment will be there. You will be grateful because there should be a commitment from the manager, and also there should be the commitment from the employee to the manager, right? Yes, correct. I'm just wondering, a thought suddenly came to me, like, who was the founder of IBM? I don't think I've heard of somebody, a single founder. It's like a group thing. It's a corporate. Because you hear, like Facebook's founder is Mark Zuckerberg, Google's founder is Larry Page, Sergey Brin. I was just thinking, I've never heard of somebody being the founder of IBM. You should have done a research before coming to this. I was just thinking, like, who's that? Maybe it's like a corporate thing. Like many people together came and started, because it's an innovation company. Basically started like that. Right. So I think 115 years old, I believe, as of now. How many? 115 years. 115 years old company. Yeah. So this was around during the world wars and everything. Maybe. Damn, okay. കാരണം ഞാൻ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ, when I joined 2013, it was we celebrated century. I remember that. After that, 105 കണ്ടായപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്. Oh, then it must be one of those companies. Yeah. Okay, nice. All companies. Okay. That's awesome. So I think we've gotten a very good idea about how to get into IBM. If you're somebody who's from a small town like Shobi and he's been able to get into IBM and have a very understanding framework around him, and if you're somebody like that who's trying to get into a company like IBM from a small town, definitely we have the method, the IBM career website. Get your resume registered and keep on looking for those vacancies in Kadanath Keranangile. So thanks. And one more thing I can tell you that. Yeah. And not only looking for the opportunities, but when you get the right opportunity at the right time, hit for that. Okay. And once you're getting called and then giving excuses, please try to understand the time limits of the recruiter also. Okay. It's a humble request. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും they will try to postpone the time. കാരണം as a recruiter, ഞാൻ recruiter ആണെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത് നോട്ട് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ യു. എനിക്ക് എൻ്റെ ഹയറിംഗ് മാനേജറെ ടൈം കിട്ടണം. അതെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ സ്മോൾ ചേഞ്ചസ് ഒക്കെ വി ഷുഡ് റെഡി ടു സാക്രിഫൈസ് ദോസ് തിങ്സ്. എന്നിട്ട് വി ഷുഡ് ഗിവ് ദ ടൈം ടു ദ റിക്രൂട്ടർ ആൻഡ് ദ ഹയറിംഗ് മാനേജർ. Yes.
അപ്പോൾ അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം ഫോർ ദ മൂവി. See, but like in my, I think there are two worlds in that. There's one world of students who are really desperate to get into this. Yes. But I've definitely seen a lot of kids. കുറെ ആൾക്കാർക്ക് അതിന് വാല്യൂ കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഒത്തിരി പേര്. അതായത് ഒരു ഇൻട്രസ്റ്റ് കാണിക്കും, പിന്നെ വിളിക്കുമ്പോൾ വരില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യില്ല, 10 മിനിറ്റ് വൈകിട്ട് വരും, അല്ലെങ്കിൽ അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. കാരണം അത് തന്നെ പറയാം, അവർ ചിന്തിക്കുന്നത് പറഞ്ഞാൽ അവരുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കാരണം ഇപ്പം ഈ പൊസിഷൻ ഇരിക്കുന്ന ഇറ്റ്സ് എ ഹോട്ട് സീറ്റ്. റിക്രൂട്ടറിൻ്റെ സീറ്റ് ഹോട്ട് സീറ്റ്, എസ്പെഷ്യലി ഇന്ത്യൻ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബർണിംഗ് സീറ്റ്. നോട്ട് ലൈക്ക് ഹോട്ട് സീറ്റും അല്ല, ഹോട്ട് സീറ്റും അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ ഗ്ലോബൽ റിക്രൂട്ട്മെന്റ്. ISAയുടെ ഇന്ത്യയുടെ റിക്രൂട്ടറിന്റെ ടാർഗറ്റ് തന്നെ വ്യത്യാസമുണ്ട്. ഗ്ലോബലിൽ നിന്ന് ഒത്തിരിമാരെയാണ് ഇതിന്റെ ടാർഗറ്റ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റിക്രൂട്ടർ ഇരിക്കുന്ന ഹീസ് ഇൻ എ ഹോട്ട് സീറ്റ്, ബേണിംഗ് സീറ്റ്, യു ക്യാൻ സേ ദാറ്റ്. അപ്പം he need to get time from the manager. കാരണം ഒരു ഹയറിംഗ് മാനേജറിന്റെ ബിസി സ്കെഡ്യൂൾസ് നമുക്കറിയാലോ. ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ടു ഗെറ്റ് എ ടൈം ഫ്രം ദ മാനേജർ. അപ്പം മാനേജർ ടൈം വേണം, ഇതെല്ലാം ഒത്തു വരുന്ന ചിലപ്പോൾ വൺസ് തൊട്ടേ കാണത്തുള്ളൂ. ആ സമയത്ത് റിക്രൂട്ടർ ഈ കാൻഡിഡേറ്റ് വരണം. വന്നു കഴിഞ്ഞാൽ ഐ മീൻ yes really no, if the candidate doesn't come, hiring manager also wastes a lot of time, which that's right. I mean, it sometimes might come. So no, like why didn't you do answerable to the hiring manager. yes why didn't you do proper filtration? That goes gonna be. അതാണ് നമ്മുടെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻസ്. I think Jaisal, he handles placements for us. So he was also saying that there are some kids who might show a lot of interest initially. ആദ്യം ഇത്തിരി നേരം ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കും, പിന്നെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞ പിന്നെ പോകത്തില്ല, അങ്ങനെയും കുറേ. അപ്പോൾ അങ്ങനത്തെ കേസ് നിങ്ങളാണല്ലോ പെടണേ മിഡിൽ. ഓക്കെ, അത് കുട്ടികൾ മനസ്സിലാക്കണം. സോ മനസ്സിലാക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ എന്തായാലും കൃത്യമായ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുകയും ഉത്തരവാദിത്തപൂർവ്വം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ബാക്കി എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ ഏജിൽ അവർക്കത് അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തതാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഒരു കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ആസ്പെക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം ചിലപ്പോൾ വേക്കൻസീസ് കുറേ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഇൻഫോ പാർക്കിനകത്താണെങ്കിൽ കുറേ കമ്പനീസിൽ എപ്പോഴും വേക്കൻസീസ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനൊരു കംഫർട്ടബിൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, അത് കൂടാണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആയ ഒരു ഫ്രെയിം വർക്ക്, ഇറ്റ്സ് എ കമ്പനി കൾച്ചർ that cannot be found everywhere, because company culture over 115 years ഇവർ ബിൽഡ് ഔട്ട് ചെയ്തൊരു കൾച്ചറാണ്. അത് എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടത്തുമില്ല. അപ്പം ഡെഫിനറ്റ്ലി ഡോണ്ട് ട്രൈ ടു മിസ് ഔട്ട് ഓൺ ദോസ് ഓപ്പർച്യൂണിറ്റീസ്. So guys, I'm just going to wind it up and let our dear recruiter Shobhi go. So thanks a lot, Shobhi, for spending this time for us. Thanks a lot. Thank you.